ഹായ് ഹലോ ഹായ്. അപ്പോൾ മൂവീസ് കപ്പിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നമ്മൾ പുതിയ മൂവീസ് പിന്നെ പുതിയ വെബ് സീരീസ് അങ്ങനെയൊക്കെ ഉള്ളത് ഞങ്ങൾ കാണുന്നതിനെ പറ്റി ഒരു റിവ്യൂ പറയുന്നു, അത്രേ ഉള്ളൂ. ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നതാണോ എന്നുള്ളത് രീതിയിൽ നമ്മൾ പറയുന്നത്രേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മൾ പല നല്ല സിനിമകളാണ് നമ്മൾ റിവ്യൂ കണ്ടിട്ട് നമ്മൾ മക്കളുമായിട്ടൊക്കെ നമ്മൾ പോകുന്നത്. ചെന്ന് കഴിയുമ്പോഴത്തേക്കും പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്, അയ്യോ വന്നു പോയില്ലോ മക്കളുമായിട്ട്. കാര്യം നമുക്ക് അഡൽസിൽ നമ്മൾ കാണുന്ന പല മൂവീസ് നമ്മൾ മക്കളായിട്ട് ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് പോകാൻ സാധിക്കാത്തതുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ അതും കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകുമായിരിക്കും. ഇത് 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 നമ്മുടെ ഒപ്പീനിയൻ മാത്രമായിരിക്കും പറയുന്നത്. നമ്മൾ ആരെയോ ഉയർത്താൻ, ഒരു സിനിമയെ നമ്മൾ ഉയർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതല്ലായിരിക്കും. പക്ഷെ നമ്മൾ വളരെ ജെന്യുവിനായിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞു പോകുമായിരിക്കും. അപ്പൊ ആദ്യത്തെ മൂവി ഞങ്ങൾ പറയാൻ പോകുന്നത് ഏതാണ്? ദൃശ്യം 3. ദൃശ്യം 3 മോഹൻലാലിന്റെ, ജിത്തു ജോസഫിന്റെ മൂന്നാമത്തെ പാർട്ട് 3 ആയിരുന്നു. പാർട്ട് 1ഉം 2ഉം ദൃശ്യം 1ഉം 2ഉം മിക്കവരും എല്ലാവരും തന്നെ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലല്ല, മലയാളികൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഒട്ടുമിക്ക ആൾക്കാർ, എല്ലാ സിനിമാ പ്രേമികളും കണ്ടിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. പക്ഷെ ഒത്തിരി നാള് ഇങ്ങനെ കാത്തിരുന്ന് കുറെ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മാറ്റി വെച്ചു. ഇന്നേതായാലും മോഹൻലാലിന്റെ ബർത്ത്ഡേ ആയിട്ട് അവര് ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പോയി കണ്ടു. അപ്പൊ നല്ലൊരു തിയേറ്റർ ആയിരുന്നു. ഞങ്ങൾ കറുവച്ചാൽ അഞ്ചാനി എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് പോയത്. വളരെ ഫസ്റ്റ് പോകുന്നത്. നല്ല തിയേറ്റർ ആയിരുന്നു. നമ്മൾ ആദ്യമേ റിമൈൻഡ് ചെയ്ത് നമ്മൾ പടത്തിന് പോകുമ്പോഴത്തേക്കും പറ്റുവാണെങ്കിൽ ദൃശ്യം 1ഉം 2ഉം ഒന്ന് കണ്ടിട്ടൊന്ന് പോകുന്നത്. കാരണം ഇദ്ദേഹം ദൃശ്യം 1ന്റെ കഥ എല്ലാം ഓർമ്മയുണ്ട്. ദൃശ്യം 2 അധികം ഓർമ്മയില്ലാത്തതുകൊണ്ട് സിനിമയുടെ ഇടയ്ക്ക് ഓരോ കഥാപാത്രങ്ങൾ ഒരു എന്നെ നോണ്ടിയിട്ട് ചോദിക്കും, ഇതായിരുന്നു. ദൃശ്യം ഫസ്റ്റ് എന്തോ മനസ്സിൽ നല്ലവണ്ണം തങ്ങി നിൽപ്പുണ്ട്. ദൃശ്യം 2 ഒന്നുകൂടെ എനിക്ക് ഇനിയിപ്പം കാണണം. അതുകൊണ്ട് ചില കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ഏതാണ്ട് ഒരു ഇങ്ങനെയുണ്ട്, പ്രശ്നമുണ്ട്. കുറെ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും, ഇതാരായിരുന്നു, ഇത് കഥയുമായിട്ട് എന്താ ലിങ്ക്. അപ്പം പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റീക്യാപ്പ് ഒക്കെ ഒന്ന് എടുത്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പൊ സിനിമയെ പറ്റി പറഞ്ഞ ഒരുപാട് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ ജിത്തു സാറിന്റെ മൂവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം എല്ലാ പടങ്ങളും പോലെ തന്നെ ഒരു പതിഞ്ഞ താളത്തിലാണ് ആ മൂവി സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു ലാഗാന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഈ പടത്തിനൊരു അനിവാര്യമാണ്. ആ ഒരു ലാഗാണ് നമ്മൾ ആ മൂവി മുഴുവനും നമ്മളെ കൊണ്ടുപോയി അത് കണക്ട് ചെയ്യുകയും ചെയ്യുന്നത്, അല്ലെ? പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ശരി. സെക്കൻഡ് ഹാഫ് എനിക്ക് അങ്ങനെ തോന്നിയില്ല അധികം ലാഗിങ്. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു ഒന്ന് എഡിറ്റർ ഒന്ന് ഇച്ചിരി ട്രിം ചെയ്തിരുന്നെങ്കിൽ എന്തൊരു അഭിപ്രായം എനിക്കുണ്ട്. എല്ലാവർക്കും അഭിപ്രായം കാണില്ല. 3 മണിക്കൂറായിരുന്നു. നമ്മൾ 3 മണിക്കൂറല്ലേ, 2.25 ഏകദേശം 2.25 മണിക്കൂർ. 2.25 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മളെ അത് നല്ലോണം ഇരുത്തുന്നുണ്ട്. അതെ, നമുക്ക് അതിനുള്ളതുണ്ട്. പിന്നെ മൂവിയെക്കാട്ടിലുപരി ഒരു ഇമോഷണൽ ഡ്രാമ ത്രില്ലറാണ്, ഡെഫിനറ്റ്ലി ത്രില്ലറാണ്. പക്ഷെ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിലും ഇച്ചിരി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പേരായിരിക്കും ഈ മൂവിക്കെന്നാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ എല്ലാവരും എടുത്തു പറയേണ്ടത് എല്ലാവരും ഒരു പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് ലാലേട്ടന്റെയും മീനയുടെയും മക്കൾ രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയ മൂവിയാണ്. ഏതായാലും ലാലേട്ടന്റെ ബർത്ത്ഡേയുടെ ദിവസം തന്നെ ഏതായാലും റിലീസ് ചെയ്തു. നല്ല മനോഹരമായ മൂവി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെ. പക്ഷെ നമുക്കൊരു ഫസ്റ്റ് ഒക്കെ നമ്മൾ കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ മനസ്സിലെങ്കിൽ തങ്ങി നിൽക്കുമായിരുന്നു, ഇങ്ങനെ നമ്മൾ ഹോണ്ട് ചെയ്യുന്നത് വേണം. പക്ഷെ ഇതിനകത്ത് എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളിങ്ങനെ എവിടേക്ക് ഇങ്ങനെ കേട്ട് പോകുന്നതല്ല, നമുക്ക് അത്ര അങ്ങോട്ട്. എനിക്ക് പക്ഷെ അതിനകത്ത് ഒരു ഹാർട്ട് ബീറ്റിന്റെ സൗണ്ട് ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് കാരണം അതൊരു പേടിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കായിരുന്നു ഈ ഒരു മ്യൂസിക് വരുന്നത്. അതുകൊണ്ട് നമുക്കതൊരു ഞാനത് ഞെട്ടിയായിരുന്നു ആ സമയത്ത്. പിന്നെ ഫസ്റ്റും സെക്കൻഡും പോണക്ക് അല്ല, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞത് ഫസ്റ്റും സെക്കൻഡും ഒരു പ്യുവർ ത്രില്ലറാണ്. ലാസ്റ്റ് പ്രത്യേകിച്ച് ഫസ്റ്റ് നമുക്കറിയാം. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷനിൽ നമ്മൾ പോകരുത്. നല്ലൊരു പടം കാണാനായിട്ട്, നല്ലൊരു ഇമോഷണൽ ഡ്രാമ ഒത്തുപോയി കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഒത്തിരി വയലൻസോ അങ്ങനത്തെ തെരുവിളി കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും ഉറപ്പായിട്ടും പോയി കാണാൻ സാധിക്കുന്ന നല്ലൊരു മൂവി. അപ്പം ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. പിന്നെ 4th ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു എൻഡിങ് പോർഷനിൽ അത് ചെറിയതായിട്ട് നിർത്തിയിരിക്കുന്ന അങ്ങനെയാണ്. ദൃശ്യം 4 എന്നുള്ള രീതിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ദൃശ്യം 4 വേണമെങ്കിൽ എന്നാലുപരി ഒരു
കട്ടിങ് രീതിയിലും നിർത്തിയിട്ടുണ്ട്. അതെ, വേണമെങ്കിൽ എടുക്കാം കഥയൊക്കെ. ഇനിയിപ്പോ ഇതേപോലെ വന്നാല് പോകുമായിരിക്കാം, അല്ലെങ്കിൽ നമുക്കറിയില്ല അവരെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. പാട്ടുകളൊന്നുമില്ലായിരുന്നു. പാട്ടുകൾ ഒന്നുമില്ലായിരുന്നു. അതെ. പിന്നെ എല്ലാരും തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാൻസികയും പിന്നെ മോളുടെ പേരിലാണ് എസ്തർ. നമ്മുടെ കൊച്ചിന്റെ പേര് തന്നെയാണ്. ചെറിയൊരു കോമഡി രീതിയിൽ ഈ മൂവിയിലേക്ക് ഫാമിലി അവർക്ക് എല്ലാവർക്കും ഒന്ന് പെർഫോം ചെയ്യാനായിട്ടുള്ള നല്ല സ്പേസ് ഉണ്ടായിരുന്നു. ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ഈ ഒരു മൂവിനെ പറ്റി. ഉറപ്പായിട്ടും എല്ലാവർക്കും പോയി കാണാം. ഉറപ്പായിട്ടും ഇത് എടുക്കാനായിട്ട് കാരണം തന്നെ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മൂവീസ് ഒക്കെ കണ്ടായിരുന്നു. വാഴ 2 നല്ല മൂവിയാണ്, ഉറപ്പായിട്ടും നല്ല മൂവിയാണ്. പക്ഷെ അതിനകത്തെ കുറച്ച് ഇടയ്ക്കത്തെ ആ ഒരു തിയേറ്റർ രംഗം ഉണ്ടല്ലോ, തെറിവിളി, ആ ഒരു രംഗം പിള്ളേരുമായിട്ട് പോയപ്പോഴേക്കും നമുക്കൊരു നെഗറ്റീവായി. ഓടാനും പറ്റില്ല, അവിടെ ഇരിക്കുകയും വേണമെന്നുള്ള അവസ്ഥ. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു മാത്രമേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെടാനില്ല. അതുപോലെ തന്നെ മോഹിനിയാട്ടം ഒത്തിരി നല്ല സിനിമയാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മോഹിനിയാട്ടം ഭരതനാട്യത്തിന്റെ സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടം. അപ്പം ഞങ്ങള് അത് കണ്ടപ്പോഴും ഞങ്ങൾ ഏതായാലും പിള്ളേരെ കാണിച്ചില്ലത്, ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരുന്ന് കണ്ടപ്പോഴേക്കും അതിനകത്ത് ഒരു നെഗറ്റീവ് ഇത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഡാർക്ക് ഹ്യൂമർ ആണ് എന്ന് അവർ ഓൾറെഡി പറഞ്ഞിരുന്നു. പക്ഷെ അഭിപ്രായമൊന്നും ആയിരിക്കത്തില്ല, എല്ലാവരും അതൊരു ഹ്യൂമൻ സെൻസിൽ എടുക്കുന്നവരുണ്ടായിരിക്കാം. നമുക്ക് ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ചിലപ്പോൾ ഞങ്ങളുടെ കുഴപ്പമാണോന്ന് അറിയില്ല. നമ്മൾ അഡൽസ് കാണുന്നുണ്ട് യാതൊരു തെറ്റുമില്ല, നമുക്ക് പല കാര്യങ്ങളും വിവേചിച്ചറിയാൻ പറ്റും. പക്ഷെ പിള്ളേര് ആയിട്ട് കാണുമ്പോൾ ഉണ്ടാവും ഒരു ബുദ്ധിമുട്ട് അതിനകത്ത് ഉണ്ട്. അപ്പം അടുത്ത ഒരു മൂവി ആയിട്ട് വരാം. വണക്കം, ബൈ.